നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആനേടി വന്നതാണ്. ആനേടി പൂരം കാണാൻ വന്നപ്പോൾ നമുക്ക് പൂരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു VIP നമുക്ക് കിട്ടി. മറ്റാരുമല്ല, ആന കേരളത്തിൻ്റെ എല്ലാം ആനപ്രേമികളുടെയും എല്ലാം മനസ്സിൽ നിൽക്കുന്ന ഒരു ശബ്ദത്തിനുടമയാണ്. വൈക്കം കാരനായ ശൈലേഷ് ചേട്ടനാണ്. നമസ്തേ. നമസ്കാരം. ശൈലേഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത് യാദൃശ്യം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഫീൽഡ് നമുക്ക് ഇഷ്ടമാണ്. വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങിയത് 2005 കാലഘട്ടത്തിൽ തുടങ്ങിയത്. പക്ഷെ ആനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ നിന്ന് 2015 പോയത്. പിന്നെ 2018 തിരുനക്കരപ്പൂരത്തിലെ രാമന്റെ വരവ് തന്നെയാണ് ഒരു മാറ്റം നമുക്കുണ്ടായി. ഈ ഒരു മേഖലയിലേക്ക് സജീവമായിട്ട് വരാൻ വന്നത് തിരുനക്കരപ്പൂരം. കടന്നു ചെല്ലുന്ന പൂരപ്പറമ്പിലെ ഓരോ മന്ദരികളെ പോലും ആവേശഭരിതമാക്കുന്ന കരിവീരൻ, അഴകും അളവും നിലവും ചേരുന്നവൻ. ഇനി ആര്? അവൻ വരുന്നു. ഇനി ആര്? ആരാണവൻ? നിറവസന്തം പൂരവസന്തം തീർത്തുകൊണ്ട് കലിയുഗ രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആനക്കേരളത്തിന്റെ ഒരേ ഒരു ഉയര ചക്രവർത്തി, ആനക്കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത അമരക്കാരൻ. അതെ, ഇവൻ പ്രതിഭയല്ല, ഇവൻ പ്രതിഭാസമാണ്. താൻ എത്തിച്ചേരുന്ന ഏതൊരു പൂരപ്പറമ്പിനെയും പുരുഷാരം കൊണ്ട് നിറയ്ക്കുന്നവൻ. ദൈവങ്ങളെ ശിരസിലേറ്റിയപ്പോൾ ഒരു കൂട്ടം ജനത നെഞ്ചിലേറ്റിയവൻ. കണ്ടനാടും കേട്ടനാടും വെട്ടിപ്പിടിച്ച് വിജയക്കൊടി പാറിച്ചവൻ. അഴകും അളവും നിലവും ഒത്തുചേർന്ന ഒരേ ഒരു വിശ്വരൂപം കലിയുഗരാമൻ, ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തിരുനക്കര തേവരുടെ മണ്ണിലേക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും കടന്നു വരുന്നു കലിയുഗരാമൻ, ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സ്വാഗതം. ഒരുപാട് ഈ ശബ്ദം കൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകരെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ. ഇപ്പം നമ്മൾ തൃശ്ശൂർ പൂരം ആണ് എല്ലാവരും വലിയ ആഘോഷങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ ഈ ഒരു ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ ഈ ആനേടി പൂരമാണ് ഏറ്റവും വലിയൊരു ആഘോഷങ്ങൾ, ഏറ്റവും കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അതിൽ ശൈലേഷ് ചേട്ടൻ്റെ ശബ്ദം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ് ഉള്ളത്. പൂരങ്ങളെ പോലെ തന്നെ ഈ ആനേടി ഗജമേള എങ്ങനെ ശൈലേഷ് ചേട്ടൻ്റെ കണ്ണിൽ കാണുന്നത്? ആനേടി ഗജമേള, അവിടെ ആനയ്ക്ക് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ഒരു ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ ആനയ്ക്ക് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. ആനയെ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്. ഗജവാഹന പ്രിയനാണ്. പിന്നെ ആന നേർച്ച, ആന വഴിപാട് എന്നുള്ള ഒരു സ്ഥലം കൂടിയാണ്. വെറുതെ ഒരു ആനയെ കൊണ്ട് വന്ന് എഴുന്നള്ളിക്കുന്ന ഒരു സ്ഥലമല്ല. ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ആനയെ നേർന്ന് കഴിഞ്ഞാൽ അത്രയും അധികം ഉദ്ദിഷ്ടകാര്യം സാധിക്കും എന്നുള്ളതാണ്. ആനയെ നേർച്ചയായിട്ട് പ്രതീകാത്മകമായിട്ട് ഇവിടെ നേരുന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ആനയെക്കുറിച്ച് വർണ്ണിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂർ പൂരം ഒരു ചിട്ടയോടുകൂടി നടക്കുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ, നമ്മുടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പൂരമാണ്. അപ്പൊ അത് ആ ഒരു രീതിക്ക് നടക്കുന്നു. ഇത് വേറൊരു തലത്തിൽ നടക്കുന്നു. ഓരോന്നിനും ഓരോരോ നെല്ലും വയലും വയലേലകളും നിറഞ്ഞ ചരിത്ര വിശ്വാസങ്ങൾക്ക് അകതാറിൽ സ്ഥാനം നൽകിയ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമമാണിത്. ഒരു നാടിന് കാവലായി പഴകിടത്ത് നരസിംഹസ്വാമിയും കുടിയിടത്ത് ശ്രീകൃഷ്ണ സ്വാമിയും കുടികൊള്ളുന്ന പുണ്യഗ്രാമം. അന്നന്നത്തെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഒരു ജനതയുടെ ആ കാത്തിരിപ്പിന്റെ വിരാമമാണിന്ന്. അതെ, പറഞ്ഞാൽ തീരാത്ത ചരിത്രവും പറയുവാൻ ഏറെയുള്ള ആവേശവും അണിനിരക്കുന്ന മണ്ണാണിത്. പേരും പെരുമയും നിറഞ്ഞ തമ്പുരാന്റെ മണ്ണ്, ആനയടി തമ്പുരാന്റെ മണ്ണ്. ആനകളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം, പറയുന്ന കാര്യങ്ങൾ തെറ്റാൻ പാടില്ല. കാരണം ഇത് ഒരുപാട് ആളുകളിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്? ഒരു ടീം വർക്കാണ്. നമ്മുടെ ആനയെ കുറിച്ച് എല്ലാം എഴുതുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അഖിൽ ഷാജി, ഞങ്ങൾ രണ്ടുപേരും വൈക്കത്ത് തന്നെ ഉള്ളതാണ്. പണ്ട് തൊട്ടേ ഉള്ള ഒരു കോംബോ ആണ്. എങ്ങനെ വേണം, എന്ത് ചെയ്യണം, ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ട് അതെ, നമ്മൾ പണ്ട് പറഞ്ഞ ഇപ്പൊ ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് നമ്മൾ ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ പറയാം. അതിനുശേഷം പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഒരു ടീം വർക്കിന്റെ ഒരു ഭാഗമായിട്ട് ഭഗവാൻ അനുവദിച്ചു തരും. കഴിഞ്ഞ തവണ എനിക്ക് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് ശൈലേഷ് ഷെയർ ചെയ്തിരുന്നത്, പാല ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ. കാരണം ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഫാമിലിയൊക്കെ ഇതിന് എത്രത്തോളം സപ്പോർട്ട് വന്നു? ഫാമിലി നല്ല സപ്പോർട്ട് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തും എത്താൻ പറ്റുന്നത്.
2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. വൈഫാണ്, നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഇടയിലെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നോക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ, അമ്മ എല്ലാവരും ഉള്ളതാണ്. അതിനോടൊപ്പം ഡബിങ്ങും കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാം ശബ്ദം കൊണ്ട് കൊടുക്കാവുന്ന മേഖലകളിലെല്ലാം സജീവമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. സാക്ഷാൽ ശ്രീ രാമചന്ദ്ര പ്രഭു സർവസ്ഥാനവും ത്യജിച്ച് വനവാസത്തിന് പോയ പോലെ ചെറിയൊരു കാലത്തിന്റെ ഇടവേളയ്ക്ക് വിരാമം കൽപ്പിച്ചുകൊണ്ട് ദാ വരികയാണ്, കടന്നു വരികയാണ് രാജാവ്, രാമരാജാവ്. പഴി പറഞ്ഞ നാവുകളെ, പാഴ്വാക്കുകൾ കൊണ്ട് ചീട്ടുകൊട്ടാരം കെട്ടിയവരെ, ദാ കണ്ണു നിറച്ചു കണ്ടോളൂ. നിങ്ങളുടെ മനക്കോട്ടകൾക്ക് മുകളിൽ ഇടിമുഴക്കം തീർത്ത് വീണ്ടും അവതരിക്കുകയാണ് രാമൻ. കടന്നു വരികയാണ് രാമൻ. കാലുവയ്ക്കുന്ന മണ്ണിൽ കനകസിംഹാസനം കാത്തിരിക്കുന്ന രാജാവ്, ഒരേ ഒരു രാജാവ്, സാക്ഷാൽ കലിയുഗരാമൻ, ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരികയാണ്. ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അതിനെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അധികം വീടുകളിൽ മൗനമായിട്ടിരിക്കുക, ബാക്കിയുള്ളിടത്ത് വേദികൾ കിട്ടുമ്പോൾ ഒരുപാട് അതെ അതെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് സന്തോഷം.